വടകരയുടെ എം.പിയുടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള, അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശം, ഒപ്പം ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള കടമകൾ നിർവഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം നടത്തുകയാണ്. നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വഴിതടയുക സമരം ചെയ്യാം, ആർക്കും സമരം ചെയ്യാം, ആർക്കും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഷാഫി പറമ്പിൽ എം.പിയെ വഴിതടയുക മാത്രമല്ല, അദ്ദേഹത്തെ പുലഭ്യം പറയുന്നു, പച്ച മലയാളത്തിൽ അദ്ദേഹത്തെ അസഭ്യം പറയുന്നു. ഇതെങ്ങനെയാണ് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുക? വടകരക്കാർ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് വടകരയിൽ കണ്ടത്. ഇവിടെ സമരം ചെയ്യാൻ വന്നത് 15 പേരായിരുന്നെങ്കിൽ ആ അങ്ങാടിയിൽ ഒരു നിമിഷം കൊണ്ട് കൂടിയത് ജനസാഗരമാണ് ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട്. ഇതാണ് വടകരയിൽ സംഭവിക്കാൻ പോകുന്നത്, വടകരയിൽ സംഭവിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന അവരുടെ ജനപ്രതിനിധിയെ എങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന ധിക്കാരത്തോടു കൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് CPM പിന്മാറുന്നതാണ് നല്ലതെന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഷാഫിക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നിപ്പോൾ അവർക്ക് പറയേണ്ടി വന്നത്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പ് ആ സമരവുമായിട്ട് അവർ മുന്നോട്ട് പോകാത്തത്? അങ്ങനെ സമരവുമായിട്ട് മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് CPM തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറയാൻ CPM എന്താ അർഹതയാണുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് ഇവിടെ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പരാതി ഇല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിഷയം വന്ന ഉടനെ തന്നെ എല്ലാവരും എടുത്ത നിലപാടെന്താ? പരാതി നിയമപരമായി മുന്നോട്ട് പോകട്ടെ, കേസുണ്ടെങ്കിൽ കേസെടുക്കട്ടെ, ആരോപണ വിധേയൻ കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ ചലഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ തെളിയിക്കട്ടെ.